ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ ലേസർ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ ഒരു വീഡിയോ ആണ് കേട്ടോ. ഈസിയുടെ ഉള്ളതുകൊണ്ട് നല്ല ഹെയർ ഉണ്ട്, ഫേഷ്യൽ ഹെയർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ റിമൂവലിനായിട്ട് ലേസർ ഹെയർ റിമൂവൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ അതിന് പോകുന്നതിനായിട്ടുള്ള പ്രിപ്പറേഷൻസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് എൻ്റെ പ്രൊസീജിയർ, പെയിൻ ഉണ്ടോ ഇല്ലേ, അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഗൈസ്, ഇന്ന് എനിക്ക് 6:30 അപ്പോയിൻമെൻറ്റ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഒരു അരമണിക്കൂർ മുന്നേ നമ്മൾ ഈ ഒരു സാധനം, ഈ ഒരു ക്രീം, എംല എന്ന് പറയുന്ന ഈ ഒരു ക്രീം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യണം. ഇത് ഫേസ് നമ്പാവുന്നതിനാണ്. നമുക്ക് ആ പെയിൻ ഉണ്ടോ, എനിക്ക് പെയിൻ തോന്നിയിട്ടുണ്ട് ഗൈസ്, അതുകൊണ്ടാണ് ഞാനിത് വേണമെന്ന് പറഞ്ഞത്. ഇത് അപ്ലൈ ചെയ്തിട്ട് പോകുമ്പോഴത്തേക്കും ഒരു ഫേസിൻ്റെ ആ പെയിൻ കുറച്ച് കുറവെന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സോ അവർ ഈ ഒരു അപ്ലൈ ചെയ്യാൻ പറയും. ഒരു അരമണിക്കൂർ മുന്നേ നമ്മളിത് അപ്ലൈ ചെയ്തിട്ട് വേണം അങ്ങോട്ട് ചെല്ലാനായിട്ട്. അല്ലെങ്കിൽ എനിക്കിപ്പോൾ അടുത്താണ് ഹോസ്പിറ്റലുള്ളത്, നിങ്ങളിപ്പോൾ ദൂരെയൊക്കെ ആണെങ്കിൽ അവിടെ ചെന്നിട്ട് അവർ അപ്ലൈ ചെയ്ത് തരും. എനിക്കിപ്പോൾ ജസ്റ്റ് 2 മിനിറ്റ്സിൻ്റെ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്ത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. എൻ്റെ ഈ ഇത്രയും പാർട്ടാണ് ഇത്രയും പാർട്ടാണ്. ഞാൻ ഒരു ഫുൾ ട്യൂബ് എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഈ ഒരു ഭാഗം ഫുള്ളാണ് ലേസർ ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പോൾ എവിടെയാണ് ലേസർ ചെയ്യുന്നത് ആ ഭാഗത്ത് മാത്രം നമ്പിയായിട്ട് ഇട്ടാൽ മതി. സോ എൻ്റെ അത് മൊത്തം ആ ഒരു ഫുൾ ഏരിയ ഞാനത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 30 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. ഇത് ഇടുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെയിൻ ഫുള്ളി കുറയുമെന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ കുറച്ച് പെയിൻ്റെ ഇൻറ്റൻസിറ്റി കുറച്ച് കുറയുന്നതായിരിക്കും. സോ അതിനാണ് ഇതിടുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി ബാക്കി പോകുമ്പോൾ കാണാം ഗൈസ്. അപ്പോൾ ഇതിപ്പോൾ നല്ല ഉണങ്ങിയിട്ടുണ്ട്. ഞാനിപ്പം ഗൈസ് ഇതിപ്പോൾ നല്ല ഉണങ്ങിയിട്ടുണ്ട് കണ്ടോ. ഉണങ്ങി നമ്മൾ സ്കിന്നിലോട്ട് പിടിച്ചിട്ടുണ്ട്. എൻ്റെ ഹെയർ ഗ്രോത്ത് ഉണ്ടോ, കുറച്ച് നമ്പായിട്ടുണ്ട്. എനിക്കിപ്പോൾ തൊടുമ്പോൾ അറിയാൻ പറ്റുന്നില്ല. ഇനി നമ്മൾ നേരെ ഹോസ്പിറ്റലിലോട്ട് പോകാൻ. ഇപ്പോൾ തന്നെ 6:17 6:30 അപ്പോയിൻമെൻ്റ് ഉള്ളത്. അപ്പോൾ പതുക്കെ ഇറങ്ങാൻ. ഓക്കെ, അപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് കാണാം. ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. നല്ല ഡ്രൈ ആയിട്ടുണ്ട് ഗൈസ്. ലേസർ കഴിഞ്ഞിരിക്കുന്നുണ്ട്. ഇനി അതെനിക്ക് ക്രീമും സൺ പ്രൊട്ടക്ഷൻ ഇട്ടായിരുന്നു. അപ്പോൾ ഞാൻ ലേസർ കഴിഞ്ഞ് വന്നിട്ടുണ്ട് തിരിച്ച്. പക്ഷേ എനിക്ക് ഒന്നും എടുക്കാൻ പറ്റിയില്ല, അതൊരു വലിയ കഷ്ടപ്പാടില്ല. അപ്പം ഇനി എനിക്ക് നെക്സ്റ്റ് സിറ്റിംഗ് ഉള്ളത് എന്നാണോ ഈ ഹെയർ ഗ്രോ ചെയ്യുക അപ്പം
പക്ഷെ പണ്ടത്തെക്കാട്ടി ആ ടൈം ഡ്യൂറേഷൻ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇതിന് മുന്നേ ഫസ്റ്റൊക്കെ ആണെങ്കിൽ ഇപ്പം ഫെബ്രുവരി പോയാൽ മാർച്ച് പോകാം അങ്ങനെയൊക്കെയായിരുന്നു. ഇപ്പം 2-3 മാസം കഴിഞ്ഞിട്ട് ആ ഒരു ഫുൾ ഗ്രോത്തിലോട്ട് എത്താറുള്ളൂ. ബിക്കോസ് നിങ്ങൾക്ക് ഇതിൻ്റെ പാക്കേജിനെ പറ്റിയിട്ടോ ഞാൻ എവിടെയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്, എത്ര റിയാലിൻ്റെ പാക്കേജാണ് എടുത്തിരിക്കുന്നത് അറിയണമെങ്കിൽ ഞാൻ കമൻറ്റ് ചെയ്യൂ. ഞാൻ എൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. ഇതാണ്ടോ ഇതിപ്പം ഇത് നമുക്കിനി എല്ലാ ദിവസവും നമ്മളിനി ഫുസീഡിൻ എന്ന് പറഞ്ഞൊരു ക്രീമുണ്ട്. ആ ഒരു ക്രീമും പിന്നെ സൺസ്ക്രീൻ രാവിലെ ഉച്ചയ്ക്ക് 3 നേരം സൺസ്ക്രീൻ ഇതിട്ട് നമ്മൾ സ്കിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. വെയിലത്തോട്ട് ഒരു 5-6 ദിവസത്തേക്ക് നമ്മൾ വെയിലത്തോട്ട് ഇറങ്ങാൻ പാടില്ല. ചൂടിൻ്റെ സ്ഥലത്തോട്ടൊന്നും പോകാൻ പറ്റില്ല. മാക്സിമം തണുപ്പ് തന്നെ ഫേസിന് കിട്ടണം. കാരണം നമ്മൾ ലേസർ കഴിഞ്ഞാൽ നമ്മളെ ഫേസ് എന്ന് വെച്ചാൽ ന്യൂ ബോൺ ബേബിയുടെ ഫേസ് പോലെയാണ്. എന്ന് വെച്ചാൽ ഫേസ് പോലെ അതെന്ത് ആയാലും ഡാമേജ് ചെയ്യാനുള്ള ഡാമേജ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ അത്ര ടേക്ക് കെയർ ചെയ്യണം. നമ്മൾ കിടക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഫുസീഡിൻ ക്രീം എനിക്കത് മുറിവ് ഉണങ്ങാനൊക്കെ ഉള്ളൊരു ക്രീമാണ്, അതിട്ട് കിടക്കണം. അങ്ങനെ കുറച്ച് കെയറിങ്സ് ഉണ്ട്. പോസ്റ്റ് കെയർ ഓഫ് ലേസർ ട്രീറ്റ്മെൻറ്റ് അങ്ങനെ കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. പിന്നെ എന്താ വേദന ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ വേദന ഉണ്ടായിരുന്നു. എന്നാൽ അത്ര ഇൻറ്റൻസിറ്റി ആ ഒരു നമ്മൾ തുടങ്ങിയ സമയത്തുള്ള വേദനയെക്കാട്ടിയും ഒരുപാട് വേദന ഇപ്പോൾ കുറവുണ്ട്. സ്റ്റാർട്ടിങ്ങിലൊക്കെ നല്ല വേദനയായിരുന്നു. ഈ ഒരു നമ്പിങ് ക്രീം യൂസ് ചെയ്താൽ എനിക്ക് നല്ല വേദന ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നല്ല പെയിൻ കുറഞ്ഞിട്ടുണ്ട്. എന്നാലും ഒരു പെയിൻ ഉണ്ട്. നമുക്കൊരു എന്തോ ഒരു സൂചി വെച്ച് ഇങ്ങനെ എങ്ങനെയാണ് പറഞ്ഞത്, ഒരു സൂചി വെച്ച് ഇങ്ങനെ പോക്കിയെന്ന പോലെ. പക്ഷെ അവരെ കൂടെ ഒരു കൂളിംഗ് എഫക്റ്റ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അത്ര പെയിൻ തോന്നാറ്. എന്നാലും പെയിനുണ്ട്. എനിക്ക് പെയിൻ ഫീൽ ചെയ്യാറുണ്ട്. ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് പെയിൻ ഇല്ല എന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് പെയിൻ ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ ഞാനിപ്പോൾ എനിക്ക് PCOD ഉള്ളതുകൊണ്ടാണ് ഈ ഹെയർ ഗ്രോത്ത് ഉള്ളത്. അപ്പം നമ്മൾ ഈ ലേസർ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ PCOD കൺട്രോൾ ചെയ്യണം. നമ്മൾ ലൈഫ് സ്റ്റൈലിൽ ഒരുപാട് ചേഞ്ചസ് ചെയ്യണം. നമ്മൾ എക്സസൈസ് ചെയ്യണം, അല്ലെങ്കിൽ ഡയറ്റ് ചെയ്യണം. PCOD കൺട്രോളിലാണെങ്കിൽ മാത്രമേ ഈ ഹെയർ ഗ്രോത്ത് ഫുള്ളി നമുക്ക് കുറച്ചുകൊണ്ട് വരാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യും. ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ട് വരാം. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.